എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ സാധാരണ പലർക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട്. ഇപ്പോഴത്തെ കേരളത്തിലാണെങ്കിൽ ആധുനികവൽക്കരണത്തിൽ പല ആചാരങ്ങളും ശരിയല്ല എന്നും മറ്റു പല രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തത്രപ്പാടിൽ പലതും ഇഷ്യൂസ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലത്തിൽ വളരെ ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരത്തിലെ പല കാര്യങ്ങളും പണ്ട് കാലത്തിൽ ശീലിച്ചിരുന്നു അല്ലെങ്കിൽ പാലിച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള ചില ആചാരങ്ങൾക്ക് പ്രസക്തിയുണ്ടോ, യുക്തിപരമായിട്ട് ലോജിക്കലി അല്ലെങ്കിൽ റാഷണലി അല്ലെങ്കിൽ സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ടോ യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ അതിന് പ്രസക്തിയുണ്ടോ, ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയുണ്ടോ എന്നുള്ളത് പറയുന്ന ആ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ ഒരു 3 കാര്യത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ മനസ്സിലുണ്ടായിരുന്നു പറയാൻ ഉദ്ദേശിക്കുന്നു. ആ അഭിപ്രായം എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ധർമ്മശാസ്ത്രം, പ്രത്യേകിച്ച് വിഷ്ണു ധർമ്മശാസ്ത്രം 100 അധ്യായം ശരിക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം വളരെ പഠിച്ച് അത് വ്യക്തതയോടുകൂടി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും അങ്ങനെ നിരവധി ധർമ്മശാസ്ത്രത്തിൻ്റെ ഒരു സംഗ്രഹം എന്ന നിലയിൽ പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അടിസ്ഥാനവും കൂടി ആയതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടും ഏകദേശം അതിനോട് ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഞാൻ 3 കാര്യത്തെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് പുല മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആചരിക്കുന്ന ഒരു സിസ്റ്റമാണ് പുല. അതുപോലെ തന്നെ വാലായ്മ, പ്രസവിച്ച് കഴിയുമ്പോൾ അമ്മ പ്രസവിച്ച് കുട്ടിയാവുമ്പോഴുള്ള ആ ഒരു സിസ്റ്റം, അതിനെ പെറ്റ വാലായ്മ എന്ന് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ തീണ്ടൽ, ദാറ്റ് ഈസ് തൊട്ടുകൂടായ്മ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മെൻസസ് ആകുന്ന സമയത്തുള്ള അവ തൊടരുത്, അത് തീണ്ടരുത് എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആചരിക്കുന്നു, പണ്ട് ആചരിച്ചിരുന്നു. ഇപ്പോൾ പല ദിക്കിലും ചില ദിക്കിലൊക്കെ അത് പല അന്ധവിശ്വാസത്തിലൂടെ ആചരിച്ചു പോരുന്നുണ്ട്, ചില ദിക്കിലൊക്കെ. ഇപ്പം അതൊക്കെ വളരെ മാറ്റം സംഭവിച്ചു. കുറേ ദിക്കിലത് ഒന്നും തന്നെ ചിന്തിക്കുകയും കൂടിയില്ല. പക്ഷെ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുവെന്ന് മാത്രം. നമ്മൾ ഈ സംസ്കാരത്തിൽ ഇത് എന്തിനാണ് നമ്മുടെ സംസ്കാരത്തിൽ ഇത് ഉണ്ടായത്? അപ്പം ആദ്യത്തെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വാലായ്മ എടുക്കാം. വാലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ജനിക്കുന്ന ഒരവസ്ഥ. നമുക്കറിയാം, ഏകദേശം ഒരു 100 വർഷം മുമ്പൊക്കെ വളരെ വളരെ ചെറിയ ചെറിയ വീടുകളായിരുന്നു. 99%, 95% വീടുകൾ വളരെ ചെറുതായിരുന്നു. ധാരാളം പേര് ഒരുമിച്ച് താമസിച്ചിരുന്നതാണ് അന്നത്തെ വീടുകളല്ല. വളരെ ചുരുക്കമാണ് വലിയ വീടുകൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ മനുഷ്യൻ്റെ ജനനം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചു, വിവാഹത്തിന് ശേഷം അവിടെ തന്നെ പ്രസവം നടന്നു. മിക്കവാറും പ്രസവങ്ങൾ വീട്ടിനുള്ളിലാണ്. അപ്പോൾ ഒരു ചെറിയ റൂമിൽ അങ്ങനെ എല്ലാവരും വരും പോവും, അങ്ങനെ ഉള്ള ഒരു അവസരമുള്ള ഒരു സാന്നിധ്യത്തിൽ പ്രസവം വരികയും ആ പ്രസവം എടുക്കുന്നത് തന്നെ മിഡ് വൈഫ് എന്ന് പറയും, അല്ലെങ്കിൽ അവിടെയുള്ള വയസ്സായിട്ടുള്ള വയറ്റാട്ടികൾ എന്നാണ് പഴയ കാലത്ത് പറയും. ഇന്നത്തെ പോലെ ഹോസ്പിറ്റലൊന്നും പോകാൻ സാധ്യതയില്ല. അപ്പോൾ അവിടെ പെട്ടെന്ന് കുട്ടി അമ്മയുടെ ആരോഗ്യസ്ഥിതിയും ആ ജനിച്ച കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്കറിയാം, ഒരു ചെറിയ വീടിനുള്ളിൽ എല്ലാം നടക്കുമ്പോൾ അവിടുത്തെ ആരോഗ്യസ്ഥിതി നമ്മളൊന്ന് വെറുതെ ആലോചിച്ച് നോക്കുമ്പോൾ ആ വീടിനുള്ളിലേക്ക്, ആ റൂമിലേക്ക് ആരും പ്രവേശിക്കേണ്ടതില്ല, ഒരു 10 ദിവസത്തേക്ക് ആരും കടക്കേണ്ടതില്ല എന്ന് ഒരു നിശ്ചയം ഉണ്ടാക്കി, അത്ര തന്നെ. അപ്പം പഴയ ആൾക്കാരുടെ ആ ചിന്താധാര അത് നോക്കുമ്പോൾ അതൊരു സയൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ
ഒരു പർട്ടിക്കുലർ സയൻസ് ഉണ്ട് അവിടെ. കാരണം അതിൽ ആ ചെറിയ വീടിൽ പലരും ആൾക്കാരും വന്നും പോകുന്നു, കുട്ടിയെ കാണാൻ വരുന്നു, ചിലപ്പോൾ കുട്ടിയെ ഒന്ന് സ്പർശിച്ചിട്ട് പോകുന്നു. അവിടെ ജനിച്ച കുട്ടിയും അമ്മയുടെ ആരോഗ്യസ്ഥിതി കുറച്ച് ദുർബലമായിരിക്കും. പ്രത്യേകിച്ച് പുതിയ മരുന്നുകളൊന്നും കൊടുത്തുകൊണ്ടിരുന്നില്ല, വാക്സിനേഷൻ പ്രോസസ് ഇല്ല. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ പലരും വരുമ്പോൾ അവർ ആരോഗ്യകരമാണ് എന്ന് വിചാരിച്ചിട്ട് വരുന്നു. അവരിവിടെ പല കാര്യങ്ങളും ചെയ്തിട്ട് പോകുമ്പോൾ ചിലപ്പോൾ രോഗങ്ങളോ മറ്റു സംഗതികളോ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വരുന്നവരോട് വരണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട് 10 ദിവസം നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അവരെ കാണാൻ വരണ്ട, 10 ദിവസം വീട്ടിൽ നിന്നാരും ഉള്ളിൽ നിന്നാരും പുറത്തേക്കും പോകണ്ട എന്നുള്ള ഒരു മാനദണ്ഡം വെച്ചു എന്ന് മാത്രം. അപ്പം അതൊരു സയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലുണ്ട്. പക്ഷെ അതൊരു യുക്തിപരമായിട്ടുള്ള തീരുമാനം. കാരണം അത്രയും വീക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കുറേ പേരെ ഒരുമിച്ച് ചേർന്ന ഒരു ചെറിയ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നത് കൊണ്ട് ആ ഒരു 10 ദിവസം കൊണ്ട് ഈ കുട്ടിയും അമ്മയും ആ ദുർബലാവസ്ഥയെ തരണം ചെയ്തുകൊണ്ട് റിക്കവറി ചെയ്യുകയും അങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നീട് നമ്മൾ ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയറിക് ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനെ തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ വാലായ്മ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടേ ഉള്ളൂ. അമ്പലത്തിലേക്ക് പോകണ്ട, പള്ളിയിലേക്ക് പോകണ്ട, അങ്ങനെയൊന്നുമില്ല. അതൊന്നും പറഞ്ഞിട്ട് തന്നെയില്ല, ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കണ്ടീഷനിൽ അവിടെ ഇരിക്കുന്നവർ പുറത്തേക്കും പോകണ്ട, ദൂരെ നിന്ന് വരുന്നവർ വരുമ്പോൾ ഇവരെ കാണാതിരിക്കുക. കാരണം അവര് ആ ഒരു സ്റ്റേജില് 10 ദിവസം എന്ന് പറയുമ്പോൾ അവരുടെ അവസ്ഥ, ആ ഡെലിവറി ഒക്കെ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അവിടെയുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ കൂടി നോക്കുമ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിക്കരുത് എന്നുള്ള ഒരു യുക്തിപരമായിട്ടുള്ള ഒരു തീരുമാനത്തിലൂടെ നടത്തിയതാണ് ഈ വലായ്മ എന്നുള്ളത്. അപ്പൊ ആ കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ സാഹചര്യത്തിൽ നോക്കുമ്പോൾ വളരെയധികം മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പോൾ വലിയ വലിയ വീടുകളുണ്ട്. അത് നമുക്കറിയാം, അണുകുടുംബങ്ങളാണ്, വലിയ വലിയ വീടാണ്. അപ്പോൾ പ്രസവിക്കാനുള്ള സംവിധാനം ഹോസ്പിറ്റലുണ്ട്. 99% പേരും ഹോസ്പിറ്റലിലാണ് ഡെലിവറി. ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഉടനടിയുള്ള വാക്സിനേഷനും മറ്റുള്ള പ്രോസസ്സും ഉണ്ട്. 3-ാം ദിവസം എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല. അപ്പോൾ പിന്നെ വാലായ്മ എന്ന് പറയുന്ന സിസ്റ്റം ഇവിടെ പ്രാവർത്തികമാക്കണോ എന്ന് ചോദിച്ചാൽ ഒരാവശ്യമില്ല. സയന്റിഫിക്കലി അതിന് യാതൊരു ഗൈഡ്ലൈൻസും ഇല്ല. ആരും പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ആചരിക്കണമെന്ന് പറഞ്ഞിട്ടുമില്ല. അത് വീട്ടിൽ നിന്ന് പുറത്തു പോകണം, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പുറത്തു പോകാതിരിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇപ്പം അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യകതയില്ല. കാരണം അത് ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വിഷയമല്ല, ഡിസ്ക്രിഷണറി പവറാണ്. വീട്ടിലെ കാർന്നോന്മാർ ആ സിസ്റ്റത്തിൽ അനുസരിച്ചിട്ട് നമ്മൾ ചോദിക്കുക. അത് ആചരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആചരിച്ചോളുക, ആചരിക്കണ്ടെന്നുണ്ടെങ്കിൽ ആചരിക്കണ്ട. ആചരിക്കാതിരുന്നത് കൊണ്ട് ആർക്കും നരകം കിട്ടില്ല, ആചരിച്ചത് കൊണ്ട് സ്വർഗവും കിട്ടില്ല. ഇത് രണ്ടും ദൈവത്തോട് ബന്ധപ്പെട്ടതൊന്നുമല്ല, അല്ലെങ്കിൽ സ്വർഗവും നരകത്തിനോട് ബന്ധപ്പെട്ടതല്ല. അപ്പൊ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു സംഗതിയാണ് ഇത്. ആചാരമാണ്. ആചാരത്തിനനുസരിച്ച് വരുമ്പോൾ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനും നമ്മുടെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഇതൊക്കെ ആചരിച്ചിട്ടുള്ളത്. അല്ലാതെ ദൈവികമായിട്ട് യാതൊരു കണക്ഷനും ഇതിലില്ല. അതുകൊണ്ട് ഈ വാലായ്മ എന്നുള്ളത് ആ കാലഘട്ടത്തിന്റെ അനിവാര്യതയ്ക്ക് ആവശ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വേണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ സംസ്കാരത്തിൽ വളരെ ഫ്രീഡം ഉള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കാർന്നവന്മാരായാലും അറിവുള്ളവരായാലും അവർ പറയും, നിനക്ക് എന്താ തോന്നണേ അതുപോലെ ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ കുളിച്ച് വൃത്തിയായിട്ട് വരിക. കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ, അശൗചം, അതായത് ക്ലീൻലിനെസ്, അതാണ് ആവശ്യം. അശൗചം ഇല്ലാതിരിക്കുക. അശൗചത്തിന് മാറ്റിക്കളഞ്ഞുകൊണ്ട് 10 ദിവസം നമ്മൾ ആചരിച്ചിരുന്നു. അപ്പൊ അവിടെ വരുന്നവരും പോകുന്നവരൊക്കെ ഉള്ളാവുമ്പോൾ ആ കുട്ടിയുടെയും അമ്മയുടെയും പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിച്ചാൽ കാലങ്ങൾ മാറി, മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ
അത് വേണമെങ്കിൽ ആചരിക്കാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള ഒരു ഡിസ്ക്രിഷണറി പവർ നമുക്കുണ്ട്. അതുകൊണ്ട് ഇത് ദൈവികമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അന്ധവിശ്വാസമേ അല്ല. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടുമില്ല, പറയാൻ സാധിച്ചിട്ടുമില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറഞ്ഞത്, ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നെനിക്ക് ഉറച്ചു പറയാൻ സാധിക്കും. അപ്പം ഇത് പല ധർമ്മശാസ്ത്രങ്ങളിലും നമ്മൾ പല കാര്യങ്ങളിലും ഗ്രന്ഥങ്ങളിലും നമ്മൾ നോക്കിയാൽ അതിന് അടിസ്ഥാനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തത് രണ്ടാമത്തത് പുലയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, രാജ്യത്ത് പല നേതാക്കന്മാർ മരിക്കുമ്പോഴും വലിയ വലിയ മഹാന്മാരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കൊടി പകുതി താഴ്ത്തി കെട്ടി ലോകസഭ രാജ്യസഭയൊക്കെ അല്ലെങ്കിൽ അസംബ്ലിയൊക്കെ കൂടിയിട്ട് സഭ അനുശോചനം അറിയിച്ചുകൊണ്ട് സഭ പിരിയാറുണ്ട്. അതങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. അതെന്താ ചെയ്യണേന്ന് ചോദിച്ചാൽ അതൊരു സോഷ്യൽ, അതായത് ഒരു എന്താ പറയുക, ഒരു യുക്തിപരമായിട്ടുള്ളൊരു തീരുമാനം. സയൻസ് ഒന്നുമില്ല അതിൽ, പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല. അപ്പൊ ശാസ്ത്രീയത ഒട്ടും ഇല്ലെങ്കിലും അതൊരു ലോജിക്കാണ്. കാരണം ഒരു സോഷ്യോളജിയാണ്, ആന്ത്രോപോളജി എന്ന് പറയും. അത് നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് വലിയ വേസ്റ്റ് ഓഫ് മണിയാണ്, വേസ്റ്റ് ഓഫ് എനർജിയാണ്. എന്തിനാ വെറുതെ? പക്ഷെ അതല്ല, നമ്മൾ മരണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ശോചനീയമായിട്ട് ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പം നമ്മൾ ആദരിക്കുകയാണ്, ഒരു വ്യക്തിത്വത്തെ നമ്മൾ ആദരിക്കുന്നു. ഇനി അദ്ദേഹം ഫിസിക്കലി ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മളൊരു സോഷ്യൽ ആക്ടിവിറ്റി എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുന്നു. മാത്രമല്ല വേറെ അതിലൊന്നും വേറെ ഒന്നുമില്ല. ആ പുലസമയത്ത് നമ്മൾ അമ്പലത്തിൽ പോകാൻ പാടില്ല, അതെന്താ ശരിയല്ല, പാപാണ്. അങ്ങനെ ഒരു സാധനവും ആരും പറഞ്ഞിട്ടില്ല, എഴുതി വെച്ചിട്ടുമില്ല. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല, വീട്ടിലിരിക്കാനേ പറഞ്ഞിട്ടു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. കാരണം മരിക്കുന്ന ഒരു വീട്ടിലിപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മാനസിക അവസ്ഥ അങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു 10 ദിവസം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണ്ട, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട എന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും അമ്പലത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അയ്യോ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാപമൊന്നുമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട എന്ന് പറയാൻ കാരണം ആ സമയത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഉണ്ടാവുക. നമ്മുടെ ആഹാരക്രമമായാലും വസ്ത്രക്രമമായാലും നമ്മുടെ ജീവിത രീതി വളരെ മിനിമൈസ്ഡ് ആണ്, നമ്മൾ സിമ്പിളാണ്, നമ്മുടെ മനസ്സ് വേറൊരു തലത്തിലാണ്. അപ്പം ആ 10 ദിവസം നമുക്ക് നമ്മുടെ ആത്മബന്ധുക്കളും ഏറ്റവും സുഹൃത്തുക്കളും നമ്മുടെ വീടുകളിൽ വന്ന് പരസ്പരം ഇന്ററാക്ട് ചെയ്ത് സഹായിക്കേണ്ട സമയമാണത്. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. അപ്പം മറ്റുള്ളവർ വന്ന് നമുക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക ഒരു ഇന്റർറിയാക്ഷനാണ്, സാമൂഹികമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് സോഷ്യോളജി, ഒരു ആന്ത്രോപോളജിക്കൽ മൂഡാണത്. ഇതാണ് ശരിക്ക് അതിനടിസ്ഥാനം. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, പലതും ആവശ്യമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. അപ്പം നമ്മളൊരു നാഷണലിസ്റ്റിക് ലെവലിൽ ചിന്തിച്ചാൽ ഇതൊരു യുക്തിപരമായിട്ടുള്ള തീരുമാനമാണ്. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ. ഇപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ധർമ്മശാസ്ത്രത്തിലൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഈ പുല എന്ന് പറയുന്ന ആചരിക്കൽ. ഇപ്പം നമുക്കറിയാം, ഏറ്റവും ശൂദ്രന്മാർക്കാണെങ്കിൽ 16 ദിവസവും, വൈശ്യന്മാർക്കാണെങ്കിൽ 14, മറ്റവർക്കാണെങ്കിൽ 12, ബ്രാഹ്മിൺസിനാണെങ്കിൽ 10 പറഞ്ഞിട്ടുള്ളത്. പിന്നീട് അത് മാറ്റി നാരായണ ഗുരുവും മാധവാചാര്യരും ശങ്കരാചാര്യരും ഒക്കെ കൂടി 10 മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ വരുമ്പോൾ അതിൽ ഒരു ദിവസം, ഒരു മാസത്തിന് ഒരു ദിവസം എന്ന കണക്കിൽ വെച്ച് 10 ദിവസം പുലമതി എന്നുള്ള ലെവലിൽ എല്ലാവർക്കും 10 ദിവസമാക്കിയിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ 10 ദിവസം നിങ്ങൾ വീടിന് പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞാൽ ആ മാനസികാവസ്ഥ ഒരവസ്ഥ വേറെയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കളും ഫ്രണ്ട്സും വന്ന് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഓരോന്ന് ഇന്ററാക്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ മനസ്സിനെ മാറ്റി നമ്മളൊരു സാധാരണ ലെവലിലേക്ക് വരുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അല്ലാണ്ട് അമ്പലത്തിൽ പോകണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ആരും ഒന്നും പറയാനതിന് വഴിയില്ല. ആചാര്യന്മാരതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് അറിവുള്ളവര് അവർ പറയില്ല. അവർ പറയും എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. കാരണം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ
എന്താന്ന് ചോദിച്ചാൽ അതൊരു സോഷ്യോളജിയാണ് എന്ന് നമുക്ക് ഉത്തരം കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ആരൊന്നും പറയാൻ പോണില്ല എന്നുള്ളതാണ് അതിന് വേറൊരു ഉത്തരം. മൂന്നാമത്തേത് നമ്മൾ പറയുന്ന തീണ്ടലാണ്. തീണ്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തൊട്ടുകൂടായ്മ എന്ന് പറഞ്ഞ് പല അന്ധവിശ്വാസങ്ങളിലൂടെ പിന്നെ കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ അവിടെയൊക്കെ നമ്മൾ ഈ തീണ്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്ത്രീ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു ശാരീരിക വിഷയമാണ്. ആ 3 ദിവസം അവർ വീക്കായിരിക്കും, ദുർബലരായിരിക്കും, അവർ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറിലായിരിക്കും. ആ സമയത്ത് അവർക്കൊരു റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ ഒരു സൊസൈറ്റി ഉള്ള ആ ഒരു 100 വർഷം മുമ്പൊക്കെ ചിന്തിക്കാം. ആ സമയത്ത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എല്ലാ പണിയൊക്കെ എടുത്തു കഴിയുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് വരും. അപ്പം അവർക്കൊരു റെസ്റ്റ്, അതിന് വേണ്ടിയിട്ട് ഇവർ തൊടാതിരിക്കുക, അവർ വേറെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അവർ വേറെ പാത്രത്തിൽ കഴിക്കുക, വേറൊരു ബെഡിൽ കിടക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയതാണ്. അല്ലാതെ അവിടെ അവരുടെ ആ ശാരീരിക അവസ്ഥയെ റിക്കവർ ചെയ്യാനുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അതിനെ പിന്നീട് അന്ധവിശ്വാസമാക്കി കുളിച്ചിട്ട് വരണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് കുളിക്കുക, അല്ലെങ്കിൽ ഒരു പുതപ്പെടുത്ത് കൊടുത്തിട്ട് അവിടെ പോയി കിടക്ക്, നിലത്ത് കിടക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയത് മനുഷ്യന്റെ കഴിവുകേടാണ്, അത് അറിവില്ലായ്മയാണ്. ഒരിക്കലും ആ സിസ്റ്റത്തിൽ യാതൊരു കുറവും വന്നിട്ടില്ല. സിസ്റ്റത്തിനല്ല മാറ്റം വരുത്തത്, മനുഷ്യന്റെ ചിന്താധാരയിലുള്ള കുഴപ്പമാണ്. അതുകൊണ്ട് ആചരിക്കുന്നവരുടെ തെറ്റാണത്. ആചരിക്കാൻ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഇതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ശാരീരികമായിട്ട് അവസ്ഥ കുഴപ്പമില്ല എന്ന് പറയണമെങ്കിലോ അവർ ചെയ്തോട്ടെ. അപ്പൊ നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും അറിവുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഓക്കെ, പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ, നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോളൂ, കുളിച്ചിട്ട് എന്താ വേണ്ടത് ചെയ്തോളൂ. അശൗചം എന്ന് പറയുന്ന അവസ്ഥ ക്ലീൻലിനെസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ക്ലീൻലിനെസ്സിലേക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ അശൗചം എന്ന് പറയുന്ന സംഗതി ഇല്ലായ്മ ചെയ്യാം. എല്ലാത്തിന്റെ കാര്യം അതാണ്. അപ്പൊ ഈ ഒരവസ്ഥ നമ്മൾ ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരവസ്ഥ ഉണ്ടായത് അവരുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതവർക്ക് ചെയ്യാൻ സാധിക്കും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ആചരിക്കണില്ല, ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചെയ്തോട്ടെ. ചെയ്യണില്ല, ഞാനിങ്ങനെ ആചരിക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞാൽ ആയിക്കോളൂ. ഇത്തരത്തിലുള്ള ഒരു ഫ്രീഡം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ സംസ്കാരത്തിനുള്ളത്. അപ്പൊ കാലത്തിനനുസരിച്ച് വരുമ്പോൾ അതൊരു സയൻസ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈ തീണ്ടലിലൊരു സയൻസ് ഉണ്ട്. കാരണം അവിടെ ശാരീരികമായിട്ടുള്ള വീക്ക്നെസ് ആയിട്ടുള്ള ഒരവസ്ഥ, അതിനെ ഒരു ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ അത് സയൻസ് ആണോ? അത് സയൻസ് ആണ്. അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് സ്വർഗവും നരകവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഇത് ദൈവത്തിനോട് ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാം, ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യണ്ട. ഇതാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ള സ്വാതന്ത്ര്യം. മിക്ക ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പുല ആചരിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മളെ പൂർവികർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു വീരമൃത്യു, ഒരു അച്ഛൻ വീരമൃത്യു വരിക്കുകയാണ്, ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ട് വീരമൃത്യു മരിക്കുകയാണെങ്കിൽ അവരുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഒന്നും പുല ആചരിക്കേണ്ട, പുലയില്ല എന്നാണ് പറയുക. അതാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരാള് വളരെ തീവ്രവാദിയാണ്, അവരെ പിടിച്ചു വന്ന് കൊന്നുകളഞ്ഞു, അപ്പോൾ മക്കൾക്കും കുടുംബത്തിനും പുല ആചരിക്കേണ്ട. അതാണ് അതിൻ്റെ ലാഘവത്വം. അതിൻ്റെ ആവശ്യമില്ല. അപ്പൊ പുലയെ എത്ര ലാഘവത്തോടു കൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്തതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ അമ്പലത്തില് പെട്ടെന്ന് ശാന്തിക്കാരൻ്റെ വേണ്ടപ്പെട്ടവർ മരിച്ചു, ശാന്തി മുടങ്ങും. വേറെ ശാന്തി ആരെ കിട്ടിയിട്ടില്ല, അറിയിക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ രാജാഭരണമുള്ള കാലത്ത് രാജാവ് പറയും, അതായത് ഓർഡറാണ്, ശാന്തിക്ക് മുടങ്ങരുത്. ശാന്തി മുടങ്ങരുതെന്നൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ശാന്തിക്കാരന് ആളെ കിട്ടിയില്ലെങ്കിലും ശാന്തിക്കാരൻ അവിടെ തുടർന്ന് ശാന്തി ചെയ്തോളണം. അപ്പോൾ ആ പുല എന്ന് പറയുന്നത് ആ സമയത്ത് ബാധകമല്ല എന്ന് പറഞ്ഞ പുലയെ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ നമ്മുടെ ആ കാലഘട്ടത്തിൻ്റെ ആചാരത്തിന് അടിസ്ഥാനമായിട്ടായിരുന്നു. അത് യുക്തിപരമായിരുന്നു ചിലത് ശാസ്ത്രീയപരമായിട്ടുള്ളതുമാണ്. അത് കാലത്തിനനുസരിച്ച് വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്.
അപ്പോൾ പ്രായമായവർ ഉള്ള കുടുംബത്തിൽ അവരോട് ചോദിച്ച്, അറിവുള്ളവരോട് ചോദിക്കണം. അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് അത് നിങ്ങൾക്ക് ചെയ്യാം, ചെയ്യാതിരിക്കാം. ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ചെയ്തോളൂ. ചെയ്ത് നിർബന്ധമില്ലേ? ചെയ്യണ്ട. ഇതാണ് ഇത്തരത്തിലുള്ള ആചാരത്തിൻ്റെ പ്രത്യേകത. ആചാരങ്ങൾ ദൈവികവുമായിട്ട് യാതൊരു ബന്ധമില്ല, നരകവും സ്വർഗവുമായിട്ടും ബന്ധമില്ല. ആകത് ആയുരാരോഗ്യ സൗഖ്യത്തിനും സൗഖ്യത്തിനും വ്യക്തിത്വത്തിനും സാമൂഹ്യപരമായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ആചാരങ്ങളെല്ലാം. അതുകൊണ്ട് ഈ പുല, വാലായ്മ, തീണ്ടൽ എന്ന് പറയുന്ന സംഗതികളൊക്കെ നമ്മുടെ ഡിസ്ക്രിഷണറി പവറാണ്. കാലത്തിനനുസരിച്ച് അത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഫ്രീഡം ഉണ്ട്. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഗുണവും. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നാരായണ ഗുരുവിനെ കുറിച്ച് വളരെയധികം വെമ്പൽ കൊള്ളുന്ന ആൾക്കാരുടെ നാടാണ് നമ്മുടെ നാട്. ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും മറ്റുള്ളവർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും സംശയമുള്ളതാണ്. പക്ഷേ ഒരു വ്യക്തമായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ഒരു നവോത്ഥാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം അദ്ദേഹം ഒരു നാഗമ്പടത്ത്, കോട്ടയത്ത്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഗ്രാമം ചെമ്പഴത്തി ഗ്രാമത്തിൽ അദ്ദേഹം ജനിച്ച വീടൊക്കെ ഗ്രാമമൊക്കെ ചെറിയ കുടിൽ പോലെയുള്ളതാണ്. അപ്പം അദ്ദേഹമൊക്കെ ഇതിനെതിരെ ശക്തമായി ഈ തീണ്ടലും അതുപോലെയുള്ള സംഗതിക്ക് അനാചാരത്തിനെതിരെ ശക്തമായിട്ട് അത് മാറ്റണം, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൊരുതിയിട്ടുള്ള ആളാണ്. അപ്പം അദ്ദേഹം കുട്ടനാട്ടിൽ നിന്ന് വന്ന 10-14 കർഷകർ വന്നപ്പോൾ അവർ പറഞ്ഞു, നാരായണ ഗുരു നിങ്ങൾ വരണം, ഞങ്ങളിങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒരു പ്രതിഷ്ഠയൊക്കെ നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ നാരായണ ഗുരു പറഞ്ഞത്, ആദ്യമായിട്ട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഒരു നിർദ്ദേശമാണ് കൊടുത്തത്. നിങ്ങൾ ആദ്യം കുളിസംഘം ഉണ്ടാക്കാൻ പറഞ്ഞു. കുളിസംഘം എന്താ? കുളിസംഘം എന്ന് പറഞ്ഞത് പഴയ സാമൂഹ്യ പാഠത്തിലൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു. കുളിസംഘം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാം, പണ്ട് കാലത്ത് കുട്ടനാട്ടിലെ കൃഷി എന്നൊക്കെ പറഞ്ഞ ഇപ്പോഴത്തെ മാതിരിയല്ല. അവര് ഈ തകഴിയുടെ ചെമ്മീനൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. കാരണം അവർ കാലത്തേനിട്ട പല്ലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് നേരെ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോൾ ഭാര്യയും അവിടെ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും, അതും കൊണ്ടും. അതിനുശേഷം വീണ്ടും പണിക്ക് ഇറങ്ങും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കും, വീട്ടിൽ വരും, കിടന്നുറങ്ങും. കുളി പോലും വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അതായത് അവരടുത്ത് വരുമ്പോൾ തന്നെ ഒരു സ്മെല്ലാണ്, ഒരു നാറ്റാണ്. ആ നാറ്റവും പിന്നെ ശരീരത്തിലുള്ള അഴുക്കും ചെളിയും ഒക്കെ വരുമ്പോൾ അവർക്കൊരു അശൗചര്യം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നാരായണൻ സ്വാമി പറഞ്ഞത് കുളിസംഘം ഉണ്ടാക്കിയിട്ട് വരിക. കുളിസംഘം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുളിച്ചിട്ട് വരാനുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ അവർക്ക് മനസ്സിലായില്ല അത് കുളിസംഘം എന്താണെന്നുള്ളത്. അപ്പൊ കുളിസംഘം എന്ന് പറഞ്ഞത് കുളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുക, അതായത് ക്ലീൻലിനെസ് ചെയ്തിട്ട് വരിക, ഈ നാറ്റമൊക്കെ കളഞ്ഞിട്ട് വരിക. അതുകൊണ്ടാണ് പണ്ട് ഇങ്ങനെയുള്ളവരെ തൊട്ടുകൂടായ്മ, തീണ്ടികൂടായ്മ എന്നൊക്കെ വെക്കുന്ന ഒരു കാരണം. ഇവരെ നമ്മൾ തൊടാൻ പാടില്ല. എന്തുകൊണ്ട് അങ്ങനെയാക്കി? അത് പിന്നീട് അനാചാരമായി മാറിയത് വേറെ വിഷയം. ഇതാണ് കാരണം. അവർ കുളിക്കൂല്ല. ഒരു രീതിയിൽ വരുമ്പോൾ അവരടുത്തേക്ക് എങ്ങനെയാ കൊണ്ടുവരാൻ പറ്റുക? അതാണ് ശരിക്കും തൊട്ടുകൂടായ്മയുടെ ഒരു കാരണം. ഇത് പിന്നീട് വളച്ചൊടിച്ച് മറ്റു കാര്യത്തിലാക്കിയത് വേറെ വിഷയം. അപ്പൊ ഈ കുളിസംഘം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. അങ്ങനെ കുളിസംഘം ഉണ്ടാക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു വിവരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കുളിച്ച് ക്ലീൻലിനെസ്സിലേക്ക് വരിക, എന്നിട്ട് നമുക്ക് ഈ പറയുന്ന ആചാരത്തിനെ, അനുഷ്ഠാനത്തെ കുറിച്ച് സംസാരിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നവോത്ഥാനത്തിന്റെ നായകനായിട്ടുള്ള ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യവുമാണ് ഇത് പറഞ്ഞത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അശൗചം എന്ന് പറയണ, അതായത് ശൗച്യമില്ലായ്മ, അതാണ് നമുക്ക് ഇതിനൊക്കെ അടിസ്ഥാനം. ഇപ്പൊ ക്ലീൻലിനെസ് ആണ് ആവശ്യം. ഈ ക്ലീൻലിനെസ്സിന് വേണ്ടിയിട്ട് സാഹചര്യത്തിനനുസരിച്ച് ചില ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അനുഷ്ഠിക്കേണ്ട രീതിയിൽ അനുഷ്ഠിക്കണം, അറിവോടുകൂടി ചെയ്യണം, അറിവുള്ളവരോട് പറയുന്നതിനനുസരിച്ച് ചെയ്യാൻ സാധിക്കുക. അപ്പൊ അത് ലോജിക്കലാവാം, റാഷണലി ആവാം, സയന്റിഫിക്കലി ആവാം. ഇത് നിങ്ങൾക്ക് നമ്മുടെ സംസ്കാരത്തിനനുസരിച്ച് വേണമെങ്കിൽ ആവാം, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ ആചരിക്കണോ? യു ക്യാൻ ഡു. ആചരിക്കണ്ടേ? യു ക്യാൻ നോട്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് സ്വർഗമോ നരകമോ ഒരു സാധനവും നിങ്ങൾക്ക് പ്രശ്നമല്ല, കിട്ടില്ല. കാരണം ഇത് ആചാരമാണ്, ദൈവികവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതനുസരിച്ചിട്ട് വേണം നമ്മൾ പോവാൻ. അപ്പം അമ്പലത്തിൽ പോകണോ,
അമ്പലത്തിൽ പോവരുതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 ദിവസം നമ്മൾ ഇത് ആചരിക്കണം, അത് നിയമമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഉള്ളത്. മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ മാനസിക നില ഒരു പ്രത്യേക രീതിയിലായിരിക്കും. അപ്പോൾ നല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ ഇന്ററാക്ട് ചെയ്ത് നമ്മളെ സമാധാനിപ്പിച്ച് നമ്മുടെ ഒരു മാനസികാവസ്ഥ സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. മറ്റേ ചെറിയ വീടാവുമ്പോൾ എല്ലാ കാര്യങ്ങളും അവിടെ പ്രസവമൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു ദുർബലാവസ്ഥയുണ്ട് അമ്മയ്ക്കും മകനും. അപ്പോൾ ഒരു സേഫ്റ്റി കൊടുക്കുക. 10 ദിവസം കൊണ്ട് ദേ ക്യാൻ റിക്കവർ ദാറ്റ്. അതിനാണ് വാലായി. പിന്നെയോ തീണ്ടൽ എന്ന് പറയണതോ ശാരീരിക അവസ്ഥയ്ക്ക്, വീക്കായിട്ടുള്ള ശാരീരിക അവസ്ഥയ്ക്ക് ഒരു റെസ്റ്റാണ്. ആ റെസ്റ്റിനെ വളച്ചൊടിച്ച് പോകാനൊന്നും ആരും പറഞ്ഞിട്ടില്ല. ആചാര്യ മതത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ഉണ്ടാക്കിയത് ആരാണ്? ആ ഉണ്ടാക്കിയവരുടെ തെറ്റാണ്. പക്ഷെ ഇത് ഈ പറഞ്ഞ സിസ്റ്റത്തിന് യാതൊരു തെറ്റുമില്ല. അത് പറഞ്ഞത് ശരിയാണ്. അത് ആചരിക്കുന്നവരുണ്ടാക്കിയ പ്രശ്നമാണ്. അതുകൊണ്ട് അവര് ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക. ഉണ്ടാക്കിയ സിസ്റ്റത്തിന് യാതൊരു തെറ്റുമില്ല. അത് ആവശ്യത്തിന് അനുസരിച്ചുണ്ടാക്കിയതാണ്. കാലഘട്ടത്തിനനുസരിച്ച് അത് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. നന്ദി, നമസ്കാരം.